കളിയൊന്ന് ആദ്യ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. നിമിഷം കൊണ്ട് ഉണ്ടായ ട്വിസ്റ്റുകളെല്ലാം നമുക്ക് പരിശോധിക്കാം. എന്താണ് അവസാന നിമിഷം ഉണ്ടായത്, എങ്ങനെയാണെന്ന് അവരുടെ മൂവ്മെന്റുകൾ നടക്കുന്നത് എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ അവരുടേതായ E4 നീക്കിയിട്ടുണ്ട്. E5 നമ്മുടെ വക E5 ആണ് നീക്കിയിട്ടുണ്ട്. നൈറ്റ് F3 ആയിരിക്കും അവരുടെ അടുത്ത മൂവ്മെന്റ്. എന്തായാലും ഉറപ്പിച്ച് പറയാം, നൈറ്റ് F3 കളിക്കും. നമ്മുടെ E5-നെ എതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാനാണ് അവർ നൈറ്റ് F3 കളിച്ചേക്കുന്നത്. നമ്മൾ മാറ്റുന്നില്ല, നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നു. നൈറ്റ് C6 കളിച്ചു. നൈറ്റ് C6. അപ്പം വീഡിയോയുടെ പോക്കും വരവും എല്ലാം നമുക്ക് കാണാം, അറിയാം എങ്ങനെയൊക്കെ രീതിയിൽ ഈ മൂവ്മെന്റുകൾ നമുക്ക് പോകും. അവസാന നിമിഷം ആരൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള മൂവ്മെന്റ് നീക്കും, ആരൊക്കെ മണ്ടത്തരം കാണിക്കുന്നെല്ലാം നമുക്ക് അറിയാം. ജസ്റ്റ് D4 കളിച്ചു. D4. ആഹാ, എൻ്റെ ആൾക്കെതിരെ രണ്ടാമത്തെ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട്. അറ്റാക്ക് കണ്ട് ഇങ്ങനെ വരും, അത് അല്ലെങ്കിൽ ഇങ്ങനെ വരും. ഈ രണ്ട് അറ്റാക്കുകളാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. നമ്മൾ അടുത്ത ഒരു സപ്പോർട്ട് കൂടി അതിന് കൊടുത്തിരിക്കുന്നു. D6 നീക്കി അടുത്ത സപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ വക രണ്ട് അറ്റാക്കും, അവരുടെ വകയും രണ്ട് അറ്റാക്ക്. എല്ലാവരുടെയും ലക്ഷ്യം ഒരേ ലക്ഷ്യം, നമ്മുടെ പുള്ളിക്കാരനെ മാത്രം എടുക്കാനാണ് ഒരേ ലക്ഷ്യം. നമ്മൾ അവർ C3 കളിച്ചു. അടുത്ത സപ്പോർട്ട് ഏതാണ്? നമ്മൾ വെട്ടുമെന്നൊരു ധാരണയുണ്ട്. വെട്ടിയിട്ട് ഇത് വെച്ച് വെട്ടും, വെട്ടും. ഇതൊക്കെ മൂവ്മെന്റുകളാണ്. ഇത്ര അധികം മൂവ്മെന്റ്. എന്തായാലും ആധിപത്യം ഉണ്ടാകുന്നത് അവർക്കായിരിക്കും. ജസ്റ്റ് നമ്മൾ ബിഷപ്പിനെ ഇറക്കി നമ്മുടെ പൊതുവായ സ്ഥിരം കാണിക്കുന്ന മണ്ടത്തരം കൊണ്ട്, മണ്ടത്തരമല്ല, നമ്മുടെ സ്ഥിരം അറ്റാക്കിംഗ് പൊസിഷനാണ്. വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇത് എങ്ങോട്ട് പോരെ, അവിടെ അല്ലടേ, ഇവിടെ സമ്മതിക്കത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ സ്ഥിരം അറിയാം. ഈ നൈറ്റിനെ നമ്മൾ പൊക്കിക്കൊണ്ട് പോകും. നൈറ്റിനെ എടുത്താൽ മന്ത്രിയെ പൊക്കും. ഇപ്പൊ പുള്ളിയുടെ മൂവ്മെന്റ് നമുക്കറിയാം. നമ്മളൊക്കെ ഭയങ്കര മുൻകൂട്ടി കണ്ടുപിടിക്കാവുന്ന മൂവ്മെന്റ് ആണ് പുള്ളിയുടെ. ബിഷപ്പിനെ ഇറക്കാൻ ഇങ്ങോട്ട് പോകും വെച്ചിട്ട് ഭയങ്കര ഒരു സംഭവമായിട്ടിരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമുക്ക് ബിഷപ്പിനെ കളഞ്ഞാലും നമുക്ക് ആ നൈറ്റിനെ എടുക്കണം. നൈറ്റ് ഇച്ചിരി പവർഫുൾ ആയതുകൊണ്ട് അറിയാം. നമ്മൾ പ്രതീക്ഷിച്ച അതേ മൂവ്മെന്റ് തന്നെ അവർ നീക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച ഇതേ രീതിയിൽ തന്നെ അവർ നീക്കിയിട്ടുണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞു, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു, അവർ ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്തു. മണ്ടത്തരം, പുള്ളിക്കാർ മണ്ടത്തരം കാണിച്ചു. ആദ്യത്തെ മണ്ടത്തരം എൻ്റെ വക ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അത് അവിടുന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മണ്ടത്തരം. ഇനിയും കുറച്ചധികം മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ